യങ് എന്ന് പറഞ്ഞത് ഞാൻ ഉൾപ്പെടെ എനിക്കൊരു സംശയം. വളരെ സീനിയർ യങ് അതായത് ശരീരം വെച്ചിരിക്കുന്നുണ്ടോ? അല്ലല്ല അല്ല, ഞാൻ വളരെ സീനിയറാണ്. എത്ര വർഷമായി സിനിമ? അല്ല, മാറിയുന്ന വർഷമല്ല ഞാൻ ചോദിക്കുന്നത്, തുടങ്ങിയത്. ഞാൻ 36 വർഷം ഞാൻ വെറുതെ ജയിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഇതിൻ്റെ അകത്ത് നേരത്തെ ഇവിടെ പലരും പറഞ്ഞ കാര്യങ്ങളൊന്നും ചെറുതായിട്ട് വിശദീകരിക്കാം. നിശാന്തിനെ കുറിച്ച് നല്ല ആക്ടറാണ്. അതായത് നമുക്കൊരു സീൻ പറഞ്ഞു തരുമ്പോൾ ഒരു മോഡുലേഷനും ഉണ്ടാവില്ല. പുള്ളി പറയുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞു തരുമ്പോൾ പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും കൊണ്ട് പറഞ്ഞു തരുമ്പോൾ ആ സാധനം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ചില അസോസിയേറ്റ് നമുക്ക് ഡയലോഗ് പ്രൊമറ്റ് ചെയ്ത് തരും, അവർ മോഡുലേറ്റ് ചെയ്തിട്ടാണ് പ്രൊമറ്റ് ചെയ്യുന്നത്. അതൊന്നുമില്ലാതെ തന്നെ വളരെ ഫ്രാങ്ക് ആയിട്ട് വളരെ ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ കഴിവ് കാണിക്കാൻ നമുക്ക് തോന്നും. മറ്റത് പ്രൊമറ്റ് ചെയ്യുന്ന ആൾക്കൊരു മോഡുലേഷൻ നമ്മളത് പോകുകയും അസൽ ആർട്ടിസ്റ്റാണ് നിശാന്ത്. പിന്നെ ഭയങ്കര കൂളാണ് നമുക്ക് സെറ്റിൽ. അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഒരുപാട് നേരത്തെ അധ്വാനവും പുള്ളിയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ സീനും കഥയും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങളോട് പറഞ്ഞു. എനിക്കത് അധികമൊന്നുമില്ല, വളരെ ചെറിയൊരു ക്യാരക്ടർ. പക്ഷെ ഞാൻ അതൊരു നല്ല പാർട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു പ്രൊഡ്യൂസറായിട്ട് തന്നെ. നല്ല കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ സബ്ജക്റ്റിന് അവകാശപ്പെടാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്തിരുന്നത്, പറഞ്ഞിരിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. നേരത്തെ പലരും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു യൂത്തിന് ഇഷ്ടപ്പെടാൻ പറ്റിയ സിനിമയാണ്. യങ്സ്റ്റേഴ്സിന് അതൊരു ഫാമിലി എല്ലാം ഉണ്ടായിട്ടുണ്ട്. റൊമാൻസ്, വയലൻസ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അത് ഭംഗിയായിട്ട് എടുത്ത് ചിട്ടപ്പെടുത്തി ഗംഭീര ആറാറാണ് അല്ലെ, ഗംഭീര ആറാറാണ്. നല്ല എഡിറ്റിംഗ് ആണ്, നല്ല ഗംഭീരമായിട്ട് അത് ആക്കി വെച്ചിട്ടുണ്ട്. അത് 8-ാം തീയതി നിങ്ങളെല്ലാവരും കണ്ട് ഫുൾ സപ്പോർട്ട് കിട്ടണം. അതുണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ. ആർജിന്റെ പരിണാമം സിനിമയിൽ കൂടെയാണ് തന്നെ എന്ന് പറയുന്ന ആക്ട്രസിനെ മലയാളികൾ കാണുന്നത്. അതിനുശേഷം നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ ബാക്ക് ടു ബാക്ക് സിനിമകളൊന്നും സിനിമയായിട്ട് കാണുന്നത് ഭയങ്കര ചൂസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് സിനിമ എന്ന് പറയുന്ന ഒരു കഥാപാത്രം സെലക്ട് ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമയിൽ എത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചൂസ് ചെയ്തതല്ല, എനിക്ക് അത്ര സിനിമകൾ ഓഫേഴ്സ് വരുന്നില്ലായിരുന്നു. വരുന്നതിൽ ചിലത് ഞാൻ കുറച്ചും കൂടെ ഒരു ക്ലീഷ അല്ലാതെ മേ ബി കുറച്ചും കൂടെ വ്യത്യസ്തത ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ഓഫേഴ്സ് അങ്ങനെ വരുന്നില്ലായിരുന്നു. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിശാന്തേട്ടനെ എനിക്ക് രക്ഷാധികാരി സിനിമ മുതൽ അറിയാം. അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. സോ അന്നേരം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഞാൻ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. ലൈക്ക് ഇപ്പൊ ഞങ്ങളുടെ സെറ്റിലാണെങ്കിലും അദ്ദേഹം നമ്മുടെ പൂജയുടെ സമയത്ത് നല്ല ഭയങ്കര ഫെയർ കോംപ്ലക്ഷൻ ആയിരുന്നു. സിനിമ തീരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. കോംപ്ലക്ഷൻ ഒക്കെ ഒരു 5-6 ഗ്രേഡ് അങ്ങ് താഴോട്ട് പോയി. കാര്യം ഫുൾ വെയിലത്തായിരുന്നു. ഞങ്ങളൊക്കെ റെസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹം ഫുൾ ടൈം വെയിലത്ത് നിന്ന് നോക്കിയായിരുന്നു. സോ അത്ര ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ. അദ്ദേഹം ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ചിത്രത്തിലേക്ക് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നു. കഥ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ അതിൽ ആ കഥാപാത്രം എന്താണെന്ന് അത് കൂടുതൽ വിശദീകരിച്ച് ചോദിക്കുന്നതിലുപരി വാട്ട് ഐ വാസ് ഹാപ്പി വാസ് ബിക്കോസ് ഹി കോൾഡ് മീ. സോ ദാറ്റ് ഈസ് മൈ പ്രയോറിറ്റി ദെയർ. പിന്നീട് കഥ കേട്ടു, ലൈക്ക് ഐ സെഡ് വളരെ എന്റർടൈനിങ് ആയിട്ട് തോന്നി, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഐ ഡെഫിനറ്റ്ലി നെവർ സെഡ് എ നോ ടു ഹിം. ഡയറക്ട്ലി യെസ് തന്നെയാണ് പറഞ്ഞത്. ഐ വോണ്ട് ടു ഡു ദിസ് പാർട്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ആൻഡ് ഈ സിനിമയിൽ ഐ ആം പെയർഡ് വിത്ത് ആൻസൺ. സോ ആൻസന്റെ ഒപ്പം ഞാൻ ഫസ്റ്റ് എന്നെ മോഡലിംഗ് കേസിൽ ഫസ്റ്റ് എന്നെ പോസിനെ പഠിപ്പിച്ച ഇദ്ദേഹമാണ്. ഇങ്ങനെ പോസ് ചെയ്യും എന്നെ ഇങ്ങനെ പറഞ്ഞത് ഇദ്ദേഹമാണ്. സോ എഗെയിൻ ചിത്രത്തിൽ ഇദ്ദേഹത്തിന് നോക്കി ഞാൻ ഐ വെരി കംഫർട്ടബിൾ വിത്ത് ഹിം ബിക്കോസ് ഞങ്ങൾക്ക് പരിചയമുള്ളത്. സോ എല്ലാം കൊണ്ടും ഐ വാസ് ഹാപ്പി വർക്കിംഗ് വിത്ത് ടീം. ആൻഡ് സൈചേട്ടനെ ഓൾസോ തീർപ്പിൽ പരിചയമുണ്ട്. സോ ഹാപ്പി ദ ഹോൾ ക്രൂ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഐ വാസ് വെരി ഹാപ്പി വർക്കിംഗ് വിത്ത് ആസിഫിക്ക, നമിത, ജീവനോ. തുടർച്ചയായിട്ട് ഇപ്പോൾ സജിയുടെ ചിത്രങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാളികപ്പുറം അടക്കമുള്ളത് നല്ല രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതെന്ന് പറയാമോ? നമ്മൾ ഈ ചോദ്യത്തിന് ആരോട് ചോദിച്ചാലും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഈ വിജയ ചിത്രങ്ങൾ അല്ലെങ്കിൽ എല്ലാ സിനിമകളും വിജയിക്കുന്നൊന്നുമില്ല. നിങ്ങളൊക്കെ
വിജയിക്കുന്ന ചിത്രങ്ങൾ, ഇപ്പൊ വിജയിക്കാത്ത ചിത്രങ്ങൾ പോലും നമ്മൾ വിചാരിക്കുന്നത്, ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് വിജയിക്കുമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് പറഞ്ഞവരെ ഇപ്പം മറ്റൊന്നറിയാം, ഇപ്പൊ ഞാൻ അതിനെ പറ്റി കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും നമ്മള് എല്ലാവരും നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു നല്ല സിനിമയാകാൻ എല്ലാ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിന് സ്ക്രിപ്റ്റിനെക്കാളും മേളിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളൊരു വിശ്വാസം. അപ്പൊ ഇത് ഉറപ്പായിട്ടും നന്നാവണം, ഇത് വിജയിക്കണം. എന്തായാലും മറ്റന്നാളറിയാം അതിന്റെ റിസൾട്ട്. ശരി, രഞ്ജിത്ത് സിനിമ എന്ന് പേരിടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? മോൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ ആദ്യം ഇതിനെ പറ്റി പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? പറഞ്ഞേക്കാം അല്ലേ? ആസിഫ് അലിയാണ് ഇതിനകത്ത് പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് രഞ്ജിത്ത്. അദ്ദേഹം ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കറാണ് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഭാഗം ഈ സിനിമയുടെ ഉള്ളിലെ സിനിമയായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പോഴത്തേക്കും സംവിധായകൻ നിശാന്ത് സാഹിബിന് തോന്നിയത് രഞ്ജിത്ത് സിനിമ. രഞ്ജിത്ത് സിനിമ എന്നുള്ളത് ഒരു വളരെ പഞ്ചുള്ള ഒരു ലൈനാണല്ലോ. ഇപ്പൊ ഫിലിം ദുബായ്, പ്രിയദർശൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ക്യാരക്ടറിന്റെ പേര് ആദർശമായിട്ട് രഞ്ജിത്ത് ആയപ്പോഴത്തേക്കും പിന്നെ ടൈറ്റിൽ പിന്നെ അങ്ങനെയൊക്കെ അതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് രഞ്ജിത്ത് സിനിമ എന്ന് എഴുതി കാണിക്കുന്നത്. സംവിധായകൻ ഓൾറെഡി രഞ്ജിത്ത് ഉണ്ടല്ലോ, അപ്പം രഞ്ജിത്തിന്റെ പടമാണോ എന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ടാവില്ലേ? അതെനിക്കും ഇപ്പോഴും സംശയം തീർന്നിട്ടില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടാവേണ്ടതാണ്. ഞാനത് സാറ്റിനൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ല. ചിലത് ടൈറ്റിലാണല്ലോ, മറ്റേത് അദ്ദേഹത്തിന്റെ സിനിമയാണല്ലോ, ഇത് ഇദ്ദേഹത്തിന്റെ സിനിമയാണല്ലോ. ഇത് ടൈറ്റിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതില് ആൻസൺ പോളിന്റെ ശബ്ദം ഡബ് വേറെ ആളെ ചെയ്തു, കറക്റ്റ് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്? എന്റെ അറിവ് വെച്ച് ഈ സിനിമയ്ക്ക് ബിസിനസ് പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ തീർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ വേറെ വെച്ച് ഡബിപ്പിക്കേണ്ട വന്നു എന്നാണ് ഡയറക്ടറും പ്രൊഡക്ഷനും എന്നോട് സംസാരിച്ചത്. പിന്നെ ഈ സിനിമ ഒരു 2 വർഷക്കാലം എടുത്തിട്ടാണ് നമ്മൾ സിനിമ ചെയ്തേക്കുന്നത്. അതിന്റെ നടുക്കിൽ നമ്മളെല്ലാവരും ഇതിന്റെ ആർട്ടിസ്റ്റ് എല്ലാവരും ഓരോരോ സിനിമകളായിട്ട് ബിസി ആയിരുന്നു, ഞാനും ബിസി ആയിരുന്നു. അപ്പൊ അതിന്റെ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. അങ്ങനെ ചെയ്തത് സന്തോഷം ഉണ്ടോ മനസ്സിൽ? അത് വേറെ ആൾ ചെയ്തുകൊണ്ട് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. എന്റെ ശരീരം, എന്റെ ശബ്ദം, അതെന്റെ അവകാശം അല്ലേ? ഒട്ടും വരാൻ പറ്റാത്ത സമയത്തായിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഡബിങ് നടന്നത്. കാരണം സിനിമയിൽ പറഞ്ഞ പോലെ ബിസിനസിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഔട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിന് 45 ദിവസങ്ങൾ ചെന്നൈ, ബോംബെ എന്നതാണ്. ഒട്ടും വരാൻ പറ്റാണ്ടായി. നമുക്ക് വേറെ വഴി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെയാണ് എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ആൻസൺ തന്നെ ഇതുള്ള എല്ലാ സിനിമയ്ക്കും ഡബ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ അങ്ങനെ സാഹചര്യം ചെയ്യാൻ പറ്റില്ല. അത് ആൻസന്റെ കുറവുകൊണ്ടല്ല, അത് നമ്മുടെ ടൈമിങ്ങിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടി വന്നു. ആൻസർ സമ്മതപ്രകാരം ചോദിച്ചിട്ട് എല്ലാവരും ചെയ്തിട്ടുള്ളത്. എന്തായാലും തുടർന്ന് പുള്ളി തന്നെ തനി വേറെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിന് ആൻസർ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരിക്കലും ഒരു ഓക്കെ മാറ്റിട്ട് പോയോ? മാറ്റിട്ട് പോയോ? ഇനി അല്ല വേറെ ഇനി എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചില്ല കേസ് കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ആ ശബ്ദം നല്ലതാണെങ്കിൽ അവര് ഗോളടിക്കും ഡബ് ചെയ്ത്. ഒന്നുമില്ല, ഇങ്ങനെ ചില സാഹചര്യങ്ങളിലൊക്കെ എനിക്കൊക്കെ പണ്ട് ഡബ് ചെയ്ത കൊട്ടശങ്കർ എന്ന ബന്ധത്തിലൊരാളില്ല. അപ്പൊ എന്റെ ശബ്ദമായിട്ട് ഭയങ്കര സമയം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഡബ് ചെയ്ത വലിയ ആഗ്രഹം. പക്ഷെ ഞാൻ ഡബ് ചെയ്തതിന് പിന്നെ അയാൾ എന്നെ കണ്ട് ഞാൻ ചെയ്താലും കാണാൻ പറ്റി. കാരണം ഞാൻ അഭിനയിക്കുന്നത് അന്ന് ഭയങ്കര സ്പീഡിലാണ്. മിമിക്രിയുടെ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇയാളത് ഡബ് ചെയ്യാൻ പറ്റാതെ മലയാളിയാണ്. തമിഴ്നാട്ടിൽ കുറേ കാലം ഇവിടെ അഭിനയിക്കുന്നൊക്കെ ഇപ്പോൾ. അപ്പൊ അയാൾ എന്നെ കാണുമ്പോൾ പറയും, ഇപ്പൊ നിങ്ങളുടെ അന്ന് ഡബ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, വലിയ സീൻസ് ഒക്കെ വന്നു പുള്ളി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചില സംഭവങ്ങള് നമുക്ക് ആക്ടറായിട്ടുള്ള ചില ശബ്ദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തിട്ടുണ്ട് പലരും. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പണ്ട്
പല വോയിസും അതിന് ചില ഡയറക്ടർമാരെ അവകാശപ്പെടും, അതിന് ഇങ്ങനെ ഒരു വോയിസ് ആയിരിക്കും നല്ലത്, അതുകൊണ്ട് ചെയ്തോട്ടെന്ന് പറയുമ്പോൾ ഡയറക്ടർ പറയുമ്പോൾ ചില നടന്മാരെ സംബന്ധിച്ചിട്ടുണ്ട് അതായിരിക്കും നല്ലത്. എന്നല്ല ഇത് അദ്ദേഹത്തിന് വരാൻ പറ്റാനത് പറ്റിയതാണ്. പുള്ളിക്കാരനെ വിളിച്ചാൽ കിട്ടില്ല, കഥ പറയാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ന്യൂ കമേഴ്സ്, പുതിയ ഡയറക്ടേഴ്സിനൊക്കെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ആസിഫലിലൂടെ എത്തിയിട്ടില്ല, എങ്ങനെ ആസിഫലിയിൽ ഈ സിനിമ എത്തുന്നത്, ആസിഫലിയെ കുറിച്ച് പറയാം. സിനിമ എത്തുന്നത് ഡയറക്ടർ വിശാൽ സാഹിത്യത്തിൽ കഥ പറയുമ്പോൾ ആസിഫലിയുടെ ഡേറ്റ് വിശാലിലായിരുന്നു. അവരൊരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, നാഷണൽ പാർട്ടി സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചു. എൻ്റെ അടുത്ത് 2.5 മണിക്കൂറോളം സമയത്തിലാണ് കഥ പറഞ്ഞത്. കഥ കേട്ട ആ ഒരു സ്പോട്ടിൽ നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് പുതുമയുള്ള സബ്ജക്റ്റാണ്. നമുക്ക് ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ കമ്മിറ്റ് ആവുന്നത്. പിന്നെ അങ്ങനെ ഡിസംബറിൽ ഷൂട്ട് തുടങ്ങി. പിന്നെ എന്താ പറയുക, പടം ബ്രേക്കാവാൻ മെയിനായിട്ടുള്ള കാരണം ആസിഫിൽ ഒരു കോവിഡ് വന്നു. പടം ഷൂട്ട് തുടങ്ങി 29 ദിവസം. അങ്ങനെയാണ് ഫസ്റ്റ് ബ്രേക്ക് വന്നത്. പിന്നെ ഇത്രയും ആർട്ടിസ്റ്റുള്ള ഒരു പടമായതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് റെഡി ആകുമ്പോൾ അടുത്ത ആർട്ടിസ്റ്റ് ഫ്രീ ആവില്ല. പിന്നെ കണ്ടിന്യൂറ്റി പ്രോബ്ലം, അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് പടം കുറച്ച് നീണ്ടുപോയത്. പക്ഷെ അതിൻ്റെ ഒന്നും ഫ്രഷ്നെസ് കുറവോ ഒന്നും ഈ പടത്തിൽ ഉണ്ടാവില്ല. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഫ്രഷായ, വളരെ പറയാൻ പറ്റിയ ഒരു നല്ല സബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് സിനിമ പറയുന്നത്. അതെല്ലാവരും സിനിമ കണ്ട് അത് നിങ്ങൾ തീരുമാനിക്കാം. ഞങ്ങളോട് എത്ര കൊടുത്തിട്ടും കാര്യമില്ല. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നന്നായ തുടർന്ന് നല്ല സിനിമ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. സിനിമ OTT-യുടെ അവരുടെ നിയന്ത്രണത്തിലേക്ക് ആയിപ്പോയി ഒരിക്കലുമില്ല. അത് എന്താ വെച്ചാൽ ഇപ്പോൾ സിനിമ ബിസിനസ് വളരെ ജോളിയായിട്ട് നടക്കുന്നുള്ളൂ. പടപടങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്തതിന് പല പടങ്ങളും ബിസിനസ് ആയിട്ടില്ല. കാരണം അവർ ഒരു വർഷം ഇത്ര പടങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മാനദണ്ഡം തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പടം ഒരു പടം OTT എടുക്കുമ്പോൾ സാറ്റലൈറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരില്ല. കാരണം അവരുടെ എഗ്രിമെന്റ് അങ്ങനത്തെ എഗ്രിമെന്റാണ് OTT-കാരെ നമുക്ക് തരുന്നത്. അപ്പൊ നമുക്കൊരു ബിസിനസ് സംഭവം ഉണ്ട്. ഇപ്പൊ ഈ വർഷം ഈ പടം വിറ്റില്ലെങ്കിൽ അടുത്ത വർഷം പടം വിൽക്കാൻ പറ്റില്ല. ഒരു ഏത് പ്ലാറ്റ്ഫോമിൽ വിൽക്കാന്ന് പോലും അറിയില്ല. അപ്പൊ സ്ലോട്ട് ഈ വർഷം കിട്ടിയത് കൊണ്ട് നെറ്റ്ഫ്ലിക്സിൽ അടുത്ത വർഷം ആണെങ്കിൽ അവർ ഈ പടം എടുക്കില്ല. നെറ്റ്ഫ്ലിക്സിൽ ഈ വർഷം ആയതുകൊണ്ട് മാത്രമാണ് അത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ നമുക്ക് മൂല്യം കാരണം അല്ലെങ്കിൽ നമ്മുടെ പണം കച്ചവടമായില്ലെങ്കിൽ നമ്മൾ വൺ റിസ്ക് നമ്മുടെ മൂല്യം ഉണ്ടായിരിക്കും. അത്യാവശ്യം കുറച്ച് ബഡ്ജറ്റ് വന്ന പടമാണ്. അതുകൊണ്ട് നമ്മൾ സാഹചര്യം വന്നപ്പോൾ അത് ചെയ്യേണ്ടി വന്നു. ഈ സിനിമയിൽ എന്റെ ശബ്ദം പണയം വെച്ചിട്ടാണ് സിനിമ എല്ലാവരും വിജയിപ്പിച്ചിരുന്നത്. പ്ലീസ്. തീർച്ചയായിട്ടും ഉണ്ടാവല്ലോ. എനിക്ക് എന്റെ ശബ്ദം മാത്രം ഇഷ്ടമല്ല. ഞാൻ ആദ്യം സിനിമ കാണട്ടെ, എന്നിട്ട് ആ ശബ്ദം എങ്ങനെയുണ്ടോ ഞാൻ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ചേട്ടാ ഇതില് ആസിഫലിക്കെതിരെയല്ല, നമുക്ക് പടം ബ്രേക്കായിട്ട് ചില സമയത്ത് ഷൂട്ട് തുടങ്ങാൻ പറ്റാതായിപ്പോ. കാരണം പുള്ളി വേറെ പടങ്ങൾ, ആസിഫ് വേറെ ഒരുപാട് പടങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പടമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതായപ്പോൾ നമ്മൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കില്ല. നമുക്കൊരു അസോസിയേഷൻ ഉണ്ട്, അവർക്കൊരു അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പടം ആസിഫിന്റെ റെഡി ചെയ്യുമ്പോൾ സൈജുവിന്റെ പ്രശ്നം, സൈജുമായ പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഡേറ്റിന്റെ വിഷയം എല്ലാവർക്കും നല്ല തരത്തിലുള്ള നടന്മാരാണ് അവരൊക്കെ. അപ്പൊ നമ്മൾ അസോസിയേഷൻ മുഖേന ബന്ധപ്പെട്ട് അവിടെ അതിലൊരു ക്ലാരിറ്റി നമുക്ക് ചെയ്തു തന്നു. അത്രേ ഉള്ളൂ. സാധാരണ ഒരു പ്രധാനപ്പെട്ട താരമാണ് ആസിഫ് ഒരു പോസ്റ്റ് പോലും ഇത് ഇട്ട് കണ്ടില്ലായിരുന്നു. അത് പുള്ളി പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ പുള്ളി ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിക്ക് സർജറി ഒക്കെ വന്നപ്പോൾ പുള്ളിക്ക് അത് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3 മാസത്തേക്ക് പുള്ളിക്കുന്ന റെസ്റ്റാണ്. മൊത്തത്തിലെ പുള്ളി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. കാസർഗോഡൊക്കെ പുള്ളി വിചാരിച്ച പോലെ ഒരു ഹിറ്റിലോട്ട് പടം പോയില്ല. അപ്പോൾ നടനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് ഓരോ സിനിമ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ സിനിമ ഒരുപാട് പ്രതീക്ഷയാണ്. ഇതിനൊരു വിജയം കിട്ടിയ തീർച്ചയായും തകർന്നു പോകും. അതുപോലെ അവർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ വിഷയം നിൽക്കുമ്പോൾ നമ്മൾ പുള്ളിക്ക് പെട്ടെന്ന് ഈ സർജറി വന്നു. അപ്പോൾ 3 മാസത്തെ റെസ്റ്റാണ്, പഠനം ചെയ്യാൻ പറ്റിയ. അപ്പോൾ അതിനെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. സിനിമ കണ്ടിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ ധൈര്യമായിട്ട് പറയാണ്. സിനിമ കണ്ടിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. ഒരിക്കലുമില്ല. നല്ല സിനിമ ആണെങ്കിൽ പിന്നെ നമുക്ക് റിവ്യൂനെ പഠിക്കേണ്ട ആവശ്യമില്ല. 2007, 2009, 2008, 2009 കാലഘട്ടത്തിൽ നമ്മുടെ ഈ അതായത് ഫേസ്ബുക്കിൽ വരുന്നതിന്റെ തൊട്ട് മുമ്പ്
ഫോറം കേരളം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. അത് കുറെ സിനിമ ആസ്പിറൻസിന്റെ ആയിരുന്നു. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ താല്പര്യമുള്ളവര്, പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവര്. അപ്പൊ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു. എന്റെ ഹൈദരാബാദിലെ എന്റെ ഒരു മലയാളി ഫ്രണ്ട് എനിക്കത് അയച്ചു തന്നതാണ്. ഭയങ്കര രസമായിരുന്നു. ആദ്യം ഫീൽ ചെയ്തു, പിന്നെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അത് സൈജു ഗ്രൂപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് വിനുമോഹൻ വേഴ്സസ് അങ്ങനെ കുറെ ഞങ്ങളുടെ ഹീറോ ആയിട്ട് വന്ന ആൾക്കാർ, നിശാന്ത് സഹകരൻ, അതായിരുന്നു അതിന്റെ ആ ത്രെഡ്. അപ്പൊ അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു എൻ്റെ പേര്. കളിയാക്കലാണ്, സർക്കാസം. അതിനുശേഷം അപ്പൊ അതിനകത്ത് SFA കാണും, സൈജു ഫാൻസ് അസോസിയേഷൻ. അപ്പൊ അതിന്റെ SFAയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പെൻ നെയിമാണ്. ടിപ്പർ വാസു, ഓക്കെ, പിന്നെ അജിയേട്ടൻ, ശിവേട്ടൻ എന്നൊക്കെ പറഞ്ഞങ്ങനെ പെൻ നെയിംസ് ആണ്. ഇവരുടെ ഒറിജിനൽ പേരൊന്നും നമുക്കറിയില്ല. പിന്നെ ഇവരെയും പരിചയപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഏതൊരു പടം റിലീസായി. അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നു. ഇന്ന് തൊട്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു നടന്നു കൊടുത്തിട്ട് നവരസ നായകൻ. എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്നു. അത് വേണ്ട ഒരു രസമായിരിക്കും, പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ നവരസ നായകൻ എന്നുള്ള പേര് കിട്ടി. പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി. ഫേസ്ബുക്കിൽ സിനിമ പാരഡൈസ് ക്ലബിലാണ് സാർ എന്നുള്ള വിളി. നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു പേര് തന്നത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് പടങ്ങളിൽ ഈ പറഞ്ഞ പോലെ പ്രാരബ്ധവും സാധാരണക്കാരനായിട്ട് ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പ്രാരബ്ധം കാര്യങ്ങളൊക്കെ എന്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ EMI സ്റ്റാർ, ഇപ്പൊ കുറെ പേരുണ്ട്. ഇത് EMI സ്റ്റാർ, കടം സ്റ്റാർ, കടക്കണി സ്റ്റാർ, ലോൺ സ്റ്റാർ, പ്രാരംഭം സ്റ്റാർ. അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും എനിക്കുണ്ട്. ഈ പടത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഈ പടം കഴിയുമ്പോഴത്തേക്കിനെ പെട്ടെന്ന് പേര് മാറില്ല. ഇനി കുറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് ഒരു 3-4 പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം കോടീശ്വരൻ സ്റ്റാർ ചിലപ്പോൾ വരുമായിരിക്കും. അല്ല, ഈ സുപ്രീം സ്റ്റാറിന് വേണ്ടി തുടങ്ങിയില്ലായിരുന്നു. അപ്പൊ അത് സർക്കാസം എന്ന് മനസ്സിലായപ്പോഴത്തേക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു. അന്ന് എന്റെ പ്രായം കുറച്ച് പറഞ്ഞ പോലെ 27-28 വയസ്സൊക്കെ ഉള്ളൂ. അപ്പം പെട്ടെന്ന് കണ്ടപ്പോഴേ അതിന്റെ സുഹൃത്ത് എനിക്ക് ലിങ്ക് അയച്ചു തന്നത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ്, നമ്മൾ ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേരെ വെച്ച് ഇങ്ങനെ വെറുതെ കളിയാക്കില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടു ആയി. അപ്പൊ ഇത് ഭയങ്കര രസമായി. പിന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലിൽ ആക്സസ് ഇല്ല, ഈ ഇതൊന്നും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ലാപ്ടോപ്പിൽ GPS കണക്ട് ചെയ്തിട്ട് ഏറ്റവും അധികം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ്. അപ്പൊ ഒരു 2-3 പേജ് വീണ്ടും നല്ല രാത്രിക്കായിട്ട് ആൾക്കാർ കമന്റ്സ് ഒക്കെ കാണും. അപ്പൊ അത് വായിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതങ്ങനെ അങ്ങനെ പിന്നെ നമ്മള് when we are working in the media, so criticism will be there. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നിലെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ ക്രിറ്റിസിസം അവരെന്തിനാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുക. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം നവരസ നായകൻ എന്നുള്ള എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർക്കാസമാണ്. അപ്പൊ അതിനകത്ത് കറക്റ്റായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പട്ടം കൊടുത്തതെന്ന്. അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് 9 വികാരങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഒരു രസം കാണിക്കുന്ന സ്ഥലത്ത് 9 രസങ്ങൾ കാണിച്ചു എക്സ്ട്രാ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ്, പക്ഷെ അത് ഓഡിയൻസ് നല്ലതല്ല. അതാണ് പ്രശ്നം. സൈജുടാ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഫോറം കേരള സ്നേഹസലാപം ഉള്ള പണ്ടത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പുള്ള ഫോറംസിലൊക്കെ ഈ ഇതേപോലെ ട്രോൾസ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ്. അപ്പോൾ അന്ന് കുറച്ചും കൂടി ഒരു ഈ പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ ആ ഫോറത്തിലും ആക്റ്റീവായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് എല്ലാവരെയും കുറേ പേഴ്സണൽ ഹരാസ്മെന്റിലേക്ക് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് എനിക്ക് അറിയില്ല ഇത് എന്താണ് കുറഞ്ഞു വരുന്നതെന്ന്. അതായത് ഇപ്പൊ എനിക്ക് 1 ലക്ഷം പേരാണ് ഫോളോവേഴ്സ് എങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ 98,000 മാറുന്നു. ഇത് എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം ഞാനപ്പോ അന്വേഷിച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോ മനസ്സിലായത് നമ്മൾ ഈ റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പറഞ്ഞു കേട്ടത്
ടൈറ്റിൽ ഒന്നും ഈ എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച്. പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം. അപ്പം റീൽസ് ഒന്നും എന്റെ അങ്ങനെ ഏരിയ അല്ല. എനിക്ക് ഞാൻ ചെയ്തു റീൽസ് ഒക്കെ ചെയ്തത്. അപ്പൊ അത് കാരണം അതൊന്നും പറ്റില്ല. എന്റെ മോള് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അവള് കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടറാണത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ കാണും. പക്ഷെ അവളത് റെഡിയാക്കിയുള്ളൂ. അപ്പം ആ ഒരു ഏരിയ ഒന്നും. അപ്പൊ ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ഇതായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ കണ്ടറിയാം. ഞാൻ എന്റെ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യാറുള്ളൂ. എന്റെ സിനിമ പേര് എഴുതാത്ത ഫോട്ടോസ് പോലും വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്നുണ്ട് 150 പീപ്പിൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ 1000 കുറയുകയാണ് അപ്പോഴത്തേക്ക്. ഇത് എന്താണ് ഇത് മായാജാലം എനിക്ക് ഇതുവരായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ അപ്പം ഞാനതുകൊണ്ട് ഞാൻ കൂടുതൽ കീനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഫോറം കേരള പോലത്തെ അത് എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ നിങ്ങളെന്നെ തുറന്നു പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഈ സർക്കാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ തെറിവിളി അങ്ങനത്തെ ഉള്ള പരിപാടിയൊന്നുമില്ല. വളരെ മാന്യമായിട്ട് അവര് കളിയാക്കും. അതിനകത്ത് ഇപ്പം നമ്മുടെ രോഹിത് VS ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ കളയുടെയൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നല്ല. ചിലപ്പോ ഈ പെന്നേമായതുകൊണ്ട് രോഹിത്തിന്റെ പേര് വേറെന്തോ ആയിരുന്നു. ഇപ്പൊ ഈ ടിപ്പർ വാസു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് ശരിക്കും സജിൻ എന്നാണ്. അപ്പൊ ഇവര് അന്ന് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവരുമായിട്ട് പരിചയപ്പെടുന്നതും. പക്ഷെ ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നല്ലേ? അതിന്റെ അകത്ത് ആ ലിങ്ക് ഇല്ലേ, ഈ സൈജു ഗ്രൂപ്പ് വേഴ്സസ് ഇങ്ങനെ കുറെ നടന്മാരുടെ പേര്, അതാണ് ആദ്യമായിട്ട് 5000 പേജ് കംപ്ലീറ്റ് ആയത്. എന്നിട്ട് അതിന്റെ ഒരു കേക്ക് കട്ടിങ് സെറമണി ഒക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വെച്ച്. അതൊക്കെ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചതായിരുന്നു. പ്രശ്നത്തിലെ കഥാപാത്രത്തിന്റെ കാര്യം ഞാൻ അഭിനയിക്കാതെ പടത്തിൽ വിളിക്കാറില്ല. ഡെയിലി ഇവിടെ നടക്കുന്നുണ്ട് 10-15 വിളിച്ചിട്ട്. നമ്മളതിനകത്തൊന്നും ഇല്ലാത്തതിന് പ്രശ്നമാണത്. വിളിച്ചതൊക്കെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ ചോദിച്ചത്? ഈ പടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിഷാന്ത് വളരെ പ്ലാൻ ചെയ്ത് തന്നെ അദ്ദേഹം വിളിച്ചൊരു ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു നല്ല പടമാണ്, നല്ല സിനിമയിൽ ഭാഗമാകാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് വിജയിക്കുക അതൊക്കെ അടുത്ത കാര്യമാണ്. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റില് നമ്മളിപ്പോൾ എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അതിൽ ഭാഗമാകാൻ പറ്റുന്നതാണ്. കുറെ അല്ലാത്ത പടങ്ങളിൽ അഭിനയിക്കാൻ നല്ലത് കുറച്ച് നല്ല പടങ്ങൾ അഭിനയിക്കാനുള്ളതാണ്. സന്തോഷമാണ്. അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ അവര് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, വേറെ വല്ല പ്രോഗ്രാമിലായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ സ്റ്റേജായിട്ടും ചാനലായിട്ടും നമ്മൾ പെർഫോമർ നിലയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുടെ കഴിവുകളൊക്കെ എല്ലാ മേഖലകളിലും എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനകത്തൊരു സന്തോഷക്കുറവുമില്ല. കാരണം നമ്മുടെ കാര്യങ്ങളിൽ ബിസിയാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വലിയ മാധ്യമമാണ്. സിനിമ എപ്പോഴും നിലനിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അതുപോലുള്ള നല്ല കഥാപാത്രം കിട്ടിയാൽ ഒരു കലാകാരനെ സംബന്ധിച്ച്, കലാകാരിയെ സംബന്ധിച്ച് ലൈഫിൽ കിട്ടുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിനിമയിലേക്ക്. ഓക്കെ, താങ്ക് യു.